അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ചാലഞ്ച് തരാൻ പോവാണ്. എന്താ ചാലഞ്ച് അറിയണ്ടേ? ഈ ഫ്രണ്ടിലിരിക്കുന്നത് എന്താണ്? ഹോം മെയ്ഡ് ക്ലേ ആണ്. ഈ ക്ലേ വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഷേപ്പ് ഉണ്ടാക്കണം. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഞാൻ ഒരു കുറച്ച് സമയം തരും. അതിനുള്ള ആരാണോ കൂടുതൽ ഉണ്ടാക്കുന്നത്, ഷേപ്പൊക്കെ ഉണ്ടാക്കി ഞാൻ തരാം. പിന്നെ ആരാണോ കൂടുതൽ ഉണ്ടാക്കുന്നത് അവരായിരിക്കും ജയിക്കുക. പിന്നെ അവർ ഞാൻ സ്കോർ ചെയ്യും, അതിൽ എത്രയാണ് 10-ൽ എത്രയാണ് മാർക്ക് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ എനിക്ക് ഈ ഒരു ഡപ്പയിൽ ഒത്തിരി ഷെയ്ഡ്സ് അതേപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ക്ലേ ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഇതുകൊണ്ടായിരിക്കണം ഉണ്ടാക്കേണ്ടത്. കുറച്ച് റൂൾസൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ റൂൾ പറഞ്ഞാൽ ഉണ്ടാക്കിയ ഷേപ്പ് പിന്നെ ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ ഈ ഡപ്പയിലുള്ളതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സാധനം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റൂല. പിന്നെ അതുമല്ല, ഈ ഡപ്പയിലത്തെ സാധനങ്ങളല്ലാതെ പുറത്തുനിന്ന് വേറെ പറിക്കാതെ നിങ്ങൾക്ക് വേണേൽ കൈ കൊണ്ട് ഉണ്ടാക്കാം. പിന്നെ ഒരാളത് കോപ്പി അടിച്ച് ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എല്ലാം കോപ്പി ആവരുത്. ഇതിൽ ഒത്തിരി ഡോഗ്സിൻ്റെ, ബേർഡ്സിൻ്റെ, ബട്ടർഫ്ലൈസിൻ്റെ ഒക്കെ ഷേപ്സ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് വേണം നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് എന്നാ വീഡിയോയിലേക്ക് പോയാലോ? ഇപ്പം സമയം 1:27. നിങ്ങൾക്കൊരു 1:45 വരെ സമയം തരത്തുള്ളൂ. 45 വരെ സമയം തരത്തുള്ളൂ. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ഉണ്ടാക്കുക. അപ്പം എല്ലാവരും ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇത് ഇതിന്റെ ഉള്ളിൽ വന്നില്ലേ പണിട്ടൂലേ? അവിടെ പന്ത് കളിക്കുന്നുണ്ട് താഴെ. അപ്പൊ അതിൻ്റെതായ സൗണ്ടിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും കേട്ടോ. ഹോം മെയ്ഡ് ക്ലേ ആയതുകൊണ്ട് ഈ ക്ലേ കയ്യിലൊക്കെ ഒട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ സൂക്ഷിച്ച് കണ്ടു. ഒരാൾക്ക് വേറെ ഷേപ്പ് കിട്ടും. എനിക്ക് നീ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കി തരും. എല്ലാരും ഷേപ്പുകൾ തയ്യാറായിരുന്നു. നിനക്ക് ഞാൻ 2 ഷേപ്സ് ഉണ്ടാക്കി ഫൈനലി. അയ്യോ, ഞാനത് ഇപ്പൊ നിങ്ങൾ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യും. ഞാൻ നിങ്ങൾക്ക് എന്തത് വെക്കാനായിട്ട് ഇല പറിച്ചിട്ട് വരും. ഓക്കെ, ഇല്ല അങ്ങനെയൊന്നുമില്ല. ഇനി അതെവിടുന്ന് ഇങ്ങനെ പൊന്നിച്ച് പിന്നെ അതിനകത്ത് എങ്ങനെ കുറച്ച് മടിയാ. ഞാൻ ഒരു കയ്യിലും തൊട്ടിന് വരി സർക്കിൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? എന്താ സിമ്പിൾ അല്ലേ അല്ലേ വിളി? ഞങ്ങൾക്ക് സിമ്പിൾ ആയിരുന്നു, നിനക്ക് ടാസ്ക് ആയിരിക്കും. എനിക്ക് 3 ഷേപ്സ് കിട്ടിയിട്ടില്ല. കഷ്ടപ്പെട്ടാലും ഞാൻ ഉണ്ടാക്കാണ്ടത് ഇതങ്ങനെ ഉണ്ടാക്കണം. ഞാൻ ഒന്നുകൂടി ഉണ്ടാക്കിയിട്ടില്ല. ഡക്കിന് പിന്നെ ഒരു 2 ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ടർഫ്ലൈ ഉണ്ടാക്കാം. ബട്ടർഫ്ലൈ ഞാൻ ഉണ്ടാക്കിയത് ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയ ബട്ടർഫ്ലൈ ആണ്. അതിനുശേഷം ഞാൻ ഡെക്ക് ഉണ്ടാക്കാം. നെക്സ്റ്റ് എന്ത് ഷേപ്പാണുള്ളത്? എൻ്റെ ഷേപ്പൊക്കെ പറഞ്ഞുകൊണ്ടാ. ഒരു കത്തിയോട് കത്തിയോട് അല്ല അങ്ങനെ കൊണ്ടുപോകാൻ പാടുമോ? ഇല പറിക്കാൻ പിന്നെ വേണ്ട. ഒരു മിനിറ്റ് ഞാൻ പോരാ. 3 ഷേപ്പ് അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്തില്ല. പിന്നെ റെറ്റാക്കളൊക്കെ ഉണ്ടാക്കാറുള്ളവർക്ക് അറിയുന്നവർക്ക് നമുക്ക് ഉണ്ടാക്കാം. ഉണ്ടാക്കാമല്ലോ. ക്ലേ പൊടിയുന്ന രീതിയിൽ ചെയ്യുന്നതിലൂടെ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ലീഫ് തരില്ലോ. അല്ല, ഇത് വെച്ച സ്ഥലത്ത് നിന്നും പോരില്ല. പിന്നെ കുഞ്ഞതുണ്ടാക്കിയ പ്രശ്നമുണ്ടോ? ഇല്ല, ഇതിന് ഷേപ്പ് ഇല്ല. എനിക്ക് എന്താ ഷേപ്പിലാകാം? ഓക്കെ, അപ്പോ കട്ടയൊക്കെ ഉപയോഗിച്ചെടുക്കുക. അപ്പൊ ഞാൻ ഇവർക്ക് ലീഫ് എടുത്തിട്ടുണ്ട്. ഭംഗിയിൽ ഉണ്ടാക്കുന്നതൊക്കെ നോക്കൂട്ടോ.
എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കിയത് ഒക്കെ നോക്കും. പ്രൈസ് ഉണ്ടോ? പ്രൈസ് ഇല്ല, ഞാൻ സ്കോർ ചെയ്യും മാർക്ക്. എന്താ ഉണ്ടാക്കുക? ഒന്നും കിട്ടിയ കുറച്ചൊന്നും ഇത് സ്കോർ ചെയ്ത് പോണ്ടല്ലോ. അയ്യോ ഞാൻ എന്താ ഉണ്ടാക്കാന്ന് മറന്നു. ഇതാർക്കും എന്റെ കോപ്പി അടിക്കൽ നടക്കൂല. 1:32 ആയിട്ടുണ്ട് കേട്ടോ. 45 വരെ ഉള്ളൂ. 45 കൈ വെച്ചുണ്ടാക്കാൻ പറ്റൂലേ? ഓ, ഞാൻ കൊത്തി സമയമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അയ്യോ, ഞാൻ ഡക്ക് ഉണ്ടാക്കിയത് ഇങ്ങനെ ഓണടക്കി ചുരുട്ടിക്കകത്ത് ഡക്കാൻ പോലും സർക്കിളാണില്ല, ദൂരത്തേക്കാൻ പറ്റില്ല. വെള്ളം അടയാൻ കുഞ്ഞൊരൊറ്റ ഉണ്ടാക്കാൻ ഞാനിവിടെ റെക്റ്റാങ്കിളൊക്കെ ഉണ്ടാക്കി. ടേബിളിൽ മൊട്ട ഉണ്ട് കേട്ടോ ഗായ്സ്. ഇത് വേഗവും ഇതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചാലിങ്ങനെ ഹോം മെയ്ഡ് ക്ലേ ആയതുകൊണ്ട് അതിൻ്റെ ഒക്കെ ഇതുണ്ടാകും. മാറ്റർ ഞാൻ വേറെ സാധനം ഉണ്ടാക്കി. സത്യം കൊണ്ടപ്പത്തരം. അയ്യോ, ഇതിന്റെ കണ്ണെന്തോ ആവരുത്. That's good. സത്യം എവിടെയാ? ക്ലേ ആയതുകൊണ്ട് ഇത് പൊടിയുണ്ട്. സമയം 1:35 ആയിട്ടുണ്ട്. 1:45 അല്ലേ?